മലയാളത്തിൻ്റെ ഭാവഗായകൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. വിവിധ ഭാഷകളിലായി മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 15,000-ലധികം ഗാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ആ ഭാവഗാനം നിലക്കുന്നത്. ആരായിരുന്നു മലയാളിക്ക് ജയചന്ദ്രൻ എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജിംസ് ഈ പറഞ്ഞതുപോലെ മലയാളികൾക്ക് നമ്മൾ പലപ്പോഴും ഈ കലാമേഖലയിലെ ഓരോ ആൾക്കാർ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായി പറയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലെ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് പകരം വേറെ ആരാണ് എന്ന്. സത്യത്തിൽ ജയചന്ദ്രൻ ആരായിരുന്നു നമുക്ക് എന്നുള്ളത് ഇന്നലെയാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം നമ്മളെ വിട്ടു പോകുമ്പോഴാണ് ഓരോ ആൾക്കാരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇനി ഇങ്ങനെയൊരു വ്യക്തി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അഭിമുഖങ്ങളിലും അതുപോലെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും ഒരു കാര്യം പറയുന്നുണ്ട്. മലയാളത്തിൽ സിനിമാ പാട്ടുകളില്ലാതായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജയചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. അത് ആരോട് എപ്പോൾ വേദി ഇതൊന്നും അദ്ദേഹം നോക്കാറില്ല. അപ്പോൾ മലയാള സിനിമാ ഗാനങ്ങളില്ലാതായി എന്ന അദ്ദേഹത്തിൻ്റെ വാദം ചിലർ പറയാം അതൊരു തന്തവൈബാണ്. പുതിയ പാട്ടുകളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഈ റീമിക്സ് പാട്ടുകൾക്കൊക്കെ എതിരായിരുന്നു. ഒരു പാട്ട് പുതിയ രൂപത്തിൽ പുതിയ ഓർക്കസ്ട്രയൊക്കെ വെച്ച് ചെയ്യുന്നതിനാണ് അദ്ദേഹം പൂർണ്ണമായി എതിരായിരുന്നു. കാരണം ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് ആ സൃഷ്ടാവ്, ആ സംഗീത സംവിധാനം ചെയ്തു വെച്ചൊരു കാര്യമാണ്. അതിനെ വികലമാക്കരുതെന്ന അഭിപ്രായമുള്ളതാണ്. അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്യും. തുറന്നു പറയുന്ന ആളായിരുന്നു. അതുപോലെ ഈ പുതിയ കാലത്ത് പാട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ പിന്താങ്ങുന്നുണ്ട്. കാരണം ഇപ്പോൾ പുതിയ പാട്ടില്ല എന്നല്ല, പുതിയ പാട്ടുകൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നല്ല, പാട്ടുകളുടെ പ്രാധാന്യം സിനിമയിൽ കുറഞ്ഞു. സിനിമയിൽ പാട്ടുകളേക്കാൾ ഇപ്പോൾ BGM-നാണ് പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് സിനിമയിൽ ഗാനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന, ജയചന്ദ്രൻ പറയുന്ന വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം എത്രമാത്രം മൂർച്ചയുള്ളതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ മടിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യേശുദാസിനും ജയചന്ദ്രനെയും പലരും കമ്പയർ ചെയ്യാറുണ്ട്. പലർക്കും ജയചന്ദ്രന് ഇഷ്ടമുള്ളവരുണ്ട്, യേശുദാസിനേക്കാൾ ജയചന്ദ്രൻ ഇഷ്ടമുള്ളവരുണ്ട്. കാരണം അദ്ദേഹം ഭാവഗായകനാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു ഭാവമുണ്ട്, ഇമോഷനുണ്ട്. അപ്പം രവീന്ദ്രനെക്കുറിച്ചും യേശുദാസിനെക്കുറിച്ചും അദ്ദേഹം ഒരു വേദിയിൽ പറയുന്നത് ഞാൻ കേട്ടത്, രവീന്ദ്രനും യേശുദാസും ചേർന്ന്, രവീന്ദ്രനെ യേശുദാസിനെ കൊണ്ടാണ് കൂടുതൽ പാട്ട് പാടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ രവീന്ദ്രന് യേശുദാസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. അല്ല, കുശുമ്പോ അങ്ങനെയുള്ള അസൂയൊന്നും അല്ല കേട്ടോ. തനിക്ക് പാട്ട് പാടിച്ചില്ല എന്നുള്ള അതിലൊന്നും അദ്ദേഹത്തിന് വിഷമമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രവീന്ദ്രൻ യേശുദാസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് കാണുമെന്ന് എനിക്കിഷ്ടമല്ല, അതൊക്കെ സർക്കസുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയാനുള്ള കാരണം, മലയാള സിനിമയിലെ ഇപ്പം മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുടെ ഒരു കാലമുണ്ട്. ദേവരാജൻ മാസ്റ്റർ കാലം, MK അർജുനൻ്റെ കാലം, ആ കാലമാണ് ജയചന്ദ്രൻ്റെ സുവർണ്ണകാലം. ആ കാലം കഴിഞ്ഞ് ഈ ജോൺസൺ, രവീന്ദ്രൻ ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ജയചന്ദ്രൻ പാട്ടുകളിലുണ്ടാവുകയാണ്. രവീന്ദ്രൻ കൂടുതലും പാടിക്കുന്നത് യേശുദാസിനെ കൊണ്ടാണ്. അദ്ദേഹം ഒരു സെമി ക്ലാസിക്കൽ സാഹിത്യമാണ് ചെയ്യുന്നത് കൂടുതലും. ഈ സെമി ക്ലാസിക്കൽ സോങ്ങുകളെയാണ് ജയചന്ദ്രൻ എന്ന് പറയുന്നത് സർക്കസ് എന്ന് വിളിക്കുന്നത്. ആ പറയുന്നതിലൊരു സത്യമുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ ആളുകൾ ഭയക്കും. ജയചന്ദ്രൻ അത് പ്രശ്നമല്ല. പാട്ടിൽ മെലഡി ഇല്ലാതാവുന്നു. സെമി ക്ലാസിക് എന്ന് പറഞ്ഞ് എന്തോ ഒരു കലാരൂപമാണ് വരുന്നത്, അതെന്തോ മഹത്തരമാണ്. സെമി ക്ലാസിക് ആയാലും അതൊരു മഹത്തായ സോങ് ആണെന്ന് പലരും വാഴ്ത്തിപ്പാടും. അതേസമയം ശാസ്ത്രീയ സംഗീതമേ അഭ്യസിച്ചിട്ടില്ലാത്ത ആളായിരുന്നു ജയചന്ദ്രൻ. അപ്പോൾ ചില സത്യങ്ങൾ തുറന്നു പറയാൻ ചില ആളുകൾക്കേ കഴിയുള്ളൂ. അങ്ങനെ സത്യം തുറന്നു പറയാൻ, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരാളായിരുന്നു ഈ ജയചന്ദ്രൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ മാനറിസവും കണ്ടാൽ ഈ ശബ്ദം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് തോന്നിക്കും, അല്ലേ? അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും ഈ ശബ്ദം ഈ വായിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നിപ്പോവും. അത് അദ്ദേഹം അതിൽ ഇമോഷൻ കൊടുക്കുന്നതാണോ, അതല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു ഇൻബിൽറ്റ് ഇമോഷൻ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കും. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ മരിച്ചു കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോലെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ അങ്ങനെ ബാക്ക് ടു ബാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നിന്മണി ഇറയലേ എന്നുള്ളൊരു പാട്ട് ഞാൻ രാവിലെ കേട്ടിട്ട് എനിക്ക് ഇപ്പോഴും വൈകുന്നേരം ഞാൻ ഓഫീസിൽ വരുമ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിർമ്മല ശൈലി എന്നുള്ള രണ്ടാമത്തെ വരിയുണ്ട്. അത് ഞാൻ ആ വരി എനിക്ക് ഹുക്കായിട്ട് ഞാൻ എന്നിട്ട് വേറെ പലരും ഈ പാട്ട് പാടിയത് ഞാൻ അങ്ങനെ കേട്ട് നോക്കുകയാണ്. അത് കേൾക്കുമ്പോൾ 7 അയലത്തെത്തുന്നില്ല. ഇദ്ദേഹം സിനിമയിൽ പാടിയ പാട്ട് ഇദ്ദേഹം സ്റ്റേജുകളിൽ പാടുന്ന എത്ര അനായാസമായിട്ടാണ് പാടുന്നത് പറയുമോ. അതായത് ഒരു ഭാവവും ചോർന്നു പോയത് സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പാടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ട് മറ്റു പലരും പാടിയിട്ടുണ്ട്, അതൊന്നും അതിൻ്റെ അടുത്തെത്തുന്നില്ല. അത് ഒരു അപൂർവ സിദ്ധിയാണ്, ദൈവികമായ സിദ്ധിയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ശബ്ദം, ആ ഭാവങ്ങൾ, ഇമോഷൻസ്, ആ വാക്കുകളിലേക്കല്ല ശബ്ദത്തിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഞാൻ യേശുദാസുമായിട്ട് താരതമ്യം ചെയ്ത് പറയല്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് യേശുദാസ് ജയചന്ദ്രൻ കമ്പാരിസണിൽ ജയചന്ദ്രനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ റഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിഷോർ കുമാറിനെ ഇഷ്ടമല്ലാത്തവരുണ്ട്, പക്ഷേ കിഷോർ കുമാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ മ്യൂസിക്കിൽ എന്താണ് വേണ്ടത്? അതിൽ നോട്ട്സ് ആണോ, അതിലെ രാഗമാണോ പ്രധാനം, അതല്ല അതിലെ ഭാവമാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഞാൻ ഭാവത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ജയന്തനെ കൂടുതൽ ഇഷ്ടമാണ്. ഇനി ജയന്തനെ പോലുള്ള ഒരാൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, മലയാള സിനിമയിൽ പാട്ടുകൾ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കും അത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിഷാദ് ഈ പറഞ്ഞതുപോലെ 1965 തൊട്ട് ഇതുവരെയുള്ള ആ ഒരു സമയം ശരിക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയ്ക്ക് നൽകാനും ജയചന്ദ്രന് ഹിറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ശരിക്കും ഗോട്ടൊക്കെ നമ്മൾ പറയില്ലേ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതായത് നമ്മളിപ്പം മലയാളത്തിലെയും തമിഴിലെയും അല്ലെങ്കിൽ ഇപ്പം സൗത്തിലോ നോർത്തിലോ ഒക്കെ പോയാലും ഓരോ കാലഘട്ടത്തിനും ഓരോ സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന അന്ന് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുത്താൽ ഞാൻ പറഞ്ഞപ്പോൾ യേശുദാസിനെ വെച്ച് കമ്പയർ ചെയ്താൽ പോലും യേശുദാസ് ഇപ്പം ആക്റ്റീവല്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാലം പാട്ടുകൾ കൊണ്ട് അതിജീവിച്ചു മലയാളത്തിലെ ഇൻഡസ്ട്രിയിൽ എന്നാണ് ഇദ്ദേഹത്തെ കാണുന്ന കാര്യം. അപ്പോൾ 1960 അദ്ദേഹം അനുരാഗ ഗാനം ഈ പാട്ട് പാടുന്നു. അതിനുശേഷം വലിയ തോതിൽ സജീവമായി നിൽക്കുന്നു, ഇടയ്ക്ക് ബ്രേക്ക് വരുന്നു, പിന്നെ നിറത്തിലെ പാട്ട് പാടിക്കൊണ്ട് ആ കാലത്തെ യുവതലമുറയെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു റീ എൻട്രി എടുക്കുന്നു. പൊടിമീശം മുളയ്ക്കണ കാലം എന്ന് ഈ റീസെൻ്റ്ലി പാടിയ പാട്ടാണ്. ഓലഞ്ഞാലക്കുരുവി, കുറേ പാട്ടുകൾ പാടി. റീലിലൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് 60s തുടങ്ങിയ ഒരാൾ ഒരുപക്ഷെ 70s 80s ഒക്കെ നമ്മൾ അവസാനിച്ച് പോകുമായി സാധാരണ നിലയ്ക്ക് അവരുടെ ഇത് കഴിയുമല്ലോ. യേശുദാസൊക്കെയാണ് എക്സെപ്ഷണൽ കേസ്. യേശുദാസിനേക്കാളും കൂടുതൽ കാലം കൂടുതൽ സമയം സജീവമായി ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നു. ഇപ്പോഴും പുതിയ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വരമാധുര്യം അദ്ദേഹത്തിന് അവസാനം വരെ കീപ്പ് ചെയ്യാൻ പറ്റി. നമ്മളിതിനു മുമ്പ് യേശുദാസിനെ കുറിച്ചുകൂടെ സംസാരിച്ചിട്ടുണ്ട്. യേശുദാസ് ഇതിനൊരു മൊണോപ്പൊളിയാണ് ഉണ്ടായിരുന്നത്. യേശുദാസാണല്ലോ നമുക്ക് ഇപ്പോഴും അറിയാവുന്ന ഗാനഗന്ധർവൻ. അത് മലയാളത്തിൽ പാടാൻ യേശുദാസിന് അത്രയും കഴിവില്ലാത്ത ആളുകൾ ഈ മലയാളക്കരയിൽ ജനിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ല. യേശുദാസിന് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അന്ന് പല ആളുകൾക്കും കിട്ടിയില്ല. അതിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കടന്നു വരാൻ വഴികൾ ഉണ്ടായിരുന്നില്ല. ഒരു മൊണോപ്പൊളി വലുതായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന സംഗതികളും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വിചാരിക്കുന്ന ആളുകളുണ്ട് യേശുദാസിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള അധികാര രൂപം കൊണ്ടാണ് മറ്റു പല എൻട്രീസും ഉണ്ടാവാതിരുന്നത് എന്ന്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കായി ആളുകൾക്കെല്ലാം പാടാനുള്ള പ്ലാറ്റ്ഫോംസും ഡിജിറ്റൽ സ്പേസും വന്നതുകൊണ്ട് എല്ലാവരും പാടുന്ന ഒരുപാട് പാട്ടുകാരെ നമ്മൾ കാണും. അന്ന് യേശുദാസിൻ്റെ ഒരു മൊണോപ്പൊളിയുടെ കാലത്തും വീണു പോകാതെ നമ്മൾ പിടിച്ചു നിന്നൊന്നും പറഞ്ഞാൽ പോരാ, യേശുദാസിൻ്റെ കൂടെ കട്ടക്ക് നിന്ന ഒരാൾ. യേശുദാസ് ഒരു ഗന്ധർവ ഗായകൻ എന്ന് വിളിച്ചപ്പോൾ ഇപ്പുറത്ത് ഭാവഗായകൻ എന്ന് വിളിച്ച് മലയാളി കൊണ്ടു നടന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടു. ഇപ്പോഴും ഇന്നിപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള സംഗതി അറിയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ട എത്രയോ പാട്ടുകൾ ഈ മനുഷ്യൻ പാടിയതാണ്. എത്ര പതിപ്പ്. യേശുദാസ് ജയന്തനെ പറ്റി പറഞ്ഞതെന്ന് അറിയാം. ജയന്തൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പാട്ട് കേട്ടാൽ അത് ജയന്തൻ പാടിയതെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. യെസ്, അത് ഭയങ്കര സംഗതിയാണ്. കാരണം ഇപ്പം എൻ്റെ സുഹൃത്തു കൂടിയാണ് ഡോക്ടർ സജിത് തേവൂരത്ത്. അദ്ദേഹം ഈ ഗാന നിരീക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഒരു കിന്നര ശബ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ. ആ ശബ്ദം നമ്മൾക്ക് ഒരു ഹുക്കുണ്ടാക്കും ഏത് പാട്ടും. ഇപ്പം പൊന്നുഷസെന്നും എന്ന് പറയുന്ന പാട്ട്, ആ പാട്ടിനെ കുറിച്ച് നല്ല പ്രമോദ് സാർ പറയാണ്. അതിൽ എന്താ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. അതിൽ ചിത്ര പാടിയിരിക്കുന്നത് ചെമ്പകം പൂക്കും എന്നാണ്. ഇദ്ദേഹം ചമ്പകം എന്നാണ് പറയുന്നത്. അതപ്പം പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ. പിന്നെ പറയുന്ന എഴുതി വച്ചിരിക്കുന്ന വരികൾ എന്താണോ കവി അർത്ഥമാക്കിയിരിക്കുന്നത് അതിൻ്റെ ഫീല് നിശ്ചയമായും പ്രേക്ഷകന് കിട്ടിയേ മതിയാവുമെന്ന് അദ്ദേഹത്തിന് കടുത്ത നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാടുമ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് എന്താ പറയുക ഇത്രയും ഹൃദയഹാരിയായ പാട്ടുകളുണ്ടായത്. എൻ്റെ ഒരു പോയിന്റ് ഇതാണ്. ഞാൻ വീണ്ടും അത്ഭുതപ്പെടുന്ന ഒന്ന്, 60കളിൽ പാടി തുടങ്ങിയ ഒരാൾ 2020 തുടക്കത്തിൽ വരെ, ശ്രീകുമാരൻ തമ്പി പറഞ്ഞു 2021 മറ്റോ അദ്ദേഹത്തിൻ്റെ 3 പാട്ടുകൾ അദ്ദേഹം പാടി ആൽബം സോങ് ആയിട്ട്. അത്രയും കാലം നിൽക്കുക, എല്ലാ തലമുറയ്ക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടുക. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയും സീനുകൾക്ക് അനുസൃതമായി പാട്ട് പാടാൻ പറ്റുന്ന ഒരാളെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വാങ്ങുമ്പോഴും നമുക്ക് ഇനിയും കേൾക്കാൻ എത്രയോ പാട്ടുകൾ കിടക്കുന്നു. ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇനിയും കേട്ട് മതിയാവാത്ത എത്രയോ പാട്ടുകൾ, എത്രയും ഗാനഭാഗങ്ങൾ ബാക്കിയുണ്ടെന്നാണ്. എനിവേ, താങ്ക് യു അദ്ദേഹത്തോട്, ഒരു ലെജൻഡിനോട് നമ്മൾ സാർത്ഥകമായ ജീവിതം. യെസ്, നിശ്ചയമായി. അതെ, അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോഴും നമുക്ക് പാടി നിൽക്കാൻ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം.